ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നമ്മളെ വിഷു ആശംസകൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം തുടങ്ങുകയാണ്. അപ്പം ഞാൻ ഇന്ന് രാവിലെ തയ്യാറാക്കുന്നത് ഇഡലിയാണ്. അപ്പോൾ ഇഡലിക്ക് ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ സാമ്പാറാണ് കുക്കറിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തട്ടുകൾ വെച്ച് ഞാൻ ഇതിലേക്ക് തട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ മാവ് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് അടച്ചു കൊടുക്കാം. അപ്പം നമ്മളെ ഇഡലി റെഡിയായാൽ നമുക്ക് നോക്കാം. നമ്മുടെ ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ല നല്ല പൂ പോലത്തെ ഇഡലി നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാൻ രാത്രിയാണ്, ഒരുപാട് ലേറ്റായിട്ടാണ്, ഇത് 9:30 മണിക്കാണ് ഞാൻ ഇത് അരച്ചെടുത്തിട്ടുള്ളത്. കാരണം നേരത്തെ അരച്ച് വെച്ചാൽ പുളിയാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലേറ്റായി തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. പരിപ്പും തക്കാളിയും സവാളയും ചീനിയമരയ്ക്കും പച്ചമുളകുമാണ് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇതൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ കുക്കറിൽ ഞാൻ തയ്യാറാക്കിയത്. അപ്പം നമുക്ക് ഇതിലേക്ക് ഞാൻ പച്ചക്കറി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പരിപ്പൊന്ന് നന്നായിട്ട് ഉടച്ചിട്ട് നമുക്ക് പച്ചക്കറി ഇട്ട് കൊടുക്കാം. പരിപ്പ് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറി ഇട്ടു. ഇതിലേക്ക് നമുക്ക് മസാലക്കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം. ഈ രാവിലെ എളുപ്പത്തിനാണ് ഇതെല്ലാം ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ എളുപ്പപ്പണി ഇതേ നടക്കുകയുള്ളൂ. നമുക്ക് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉലുവപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത്, അതുപോലെ ഞാൻ അരി തിളപ്പിച്ച് റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കട്ടക്കായമാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ പൊടിക്കായമല്ല, സാമ്പാറിനുള്ള കട്ടക്കായമാണ്. അപ്പോൾ നമുക്ക് ഈ കട്ടക്കായം കൂടെ ഇതിലിട്ട് കൊടുക്കാം. ഈ ഫിസിൽ വരുമ്പോൾ പൊങ്ങാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ ഉപ്പിട്ടാണ് ആദ്യം തന്നെ വേവിക്കണം. ഇപ്പോൾ ഇത് ആവശ്യത്തിനൂടെ ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് ഇളക്കി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ ഓൾറെഡി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് അടുപ്പിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലി എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സാമ്പാറും കൂടെ റെഡി ആയാലും കാപ്പിയായി. വാഴപ്പിണ്ടി തോരന്, അവിയൽ, സാമ്പാർ, പച്ചടി, ഇതൊക്കെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് വാഴപ്പിണ്ടിയാണ് ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അരിഞ്ഞെടുക്കാം. അവിയല്, ഇത് കിച്ചടിയാണ്. അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാം എല്ലാം. അപ്പോൾ നമുക്ക് ഇതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അടുത്ത ഇത് പാലടയും തോരൻ തയ്യാറാക്കാനായിട്ട് ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. തോരത്തിൻ്റെ കടുക് പൊട്ടിയിട്ടുണ്ട്. വാഴപ്പിണ്ടി തോരനായതുകൊണ്ട് നമുക്ക് ഉഴുന്ന് പരിപ്പ് കൂടെ 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടെ ഇട്ട് കൊടുക്കും. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ. അപ്പം നന്നായിട്ട് ചുവന്ന് വന്നിട്ട് ബ്രൗൺ കളർ പോലെ ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വാഴപ്പിണ്ടി അരിഞ്ഞ് വെച്ചിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കാം. നമ്മുടെ അരപ്പെല്ലാം ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ കുറച്ച് അരയ്ക്കാതെ ഇന്ന് ചതച്ചിട്ടില്ല. ഈ പൊടിയായിട്ട് വീഴുന്നതുകൊണ്ട് ഒരുപാട് അരഞ്ഞു പോയാൽ തോരത്തിന് കൊള്ളത്തില്ല. അപ്പം ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് അരച്ച് ബാക്കി തേങ്ങയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അവിയൽ ഏകദേശം ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കടുക് വറുക്കില്ല, വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് പാലട തയ്യാറാക്കാം. ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇതിലേക്ക് നമുക്ക് ഊറ്റി വെച്ചിരിക്കുന്ന അട ഇട്ട് കൊടുക്കാം. ഒന്നര കപ്പ് പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. ഇവരും കൂടെ ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ചെടുത്ത പാലാണ് ഒഴിച്ചു കൊടുക്കാം. പാലട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കാം. പാലട റെഡി ആയിട്ടുണ്ട്. നമുക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി, കശുവണ്ടി, മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കും.
കശുവണ്ടി മുന്തിരി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇന്നത്തെ ഒരു ചെറിയ സദ്യ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.